ഒന്ന് ക്ഷമിച്ചൂടെ? ഇത് ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ പ്രശ്നം വരുന്ന സമയത്ത് ക്ഷമാശീലരായ ആളുകൾ എവിടെയാണുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് ക്ഷമിച്ചൂടെ എന്ന്. അവർ പറയുന്നുണ്ട്, എൻ്റെ പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. പിന്നീട് വന്ന് ക്ഷമാപണം നടത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അസ്വബുർ ഇന്ദ സ്വതമത്തിലൂല, ക്ഷമ വേണ്ടത് അതിൻ്റെ ആരംഭഘട്ടത്തിലാണ്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. പ്രതിഫലങ്ങൾ അള്ളാഹുത്തല നൽകുന്നത് കണക്കില്ലാതെയാണ്. ക്ഷമാശീലർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. സൂറത്തുൽ ബഖറ 153 ആയത്തിൽ അള്ളാഹുത്തല പറയുന്നത്, വല്ല പ്രശ്നങ്ങളും വന്നാൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പറയുക, നിങ്ങൾ ക്ഷമിക്കുക. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. എന്നാൽ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് പറയുമ്പോൾ ക്ഷമയില്ലാത്തവരുടെ കൂടെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുകയില്ല. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ അത് ഈമാനിന്റെ പകുതിയാണ്. എല്ലാ സന്ദർഭങ്ങളിലും സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ക്ഷമ എന്നത്. ലൈസ ശദീദു ബിസുറഅ ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തവാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.